ഹായ് സുഹൃത്തുക്കളെ, മറൈൻ ഡ്രൈവിൽ കലാമിൻ്റെ വോക്കിന് അബ്ദുൽ കലാം നമ്മുടെ കൊച്ചിൻ കോർപ്പറേഷൻ്റെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫീസ് പണി നടക്കുന്നുണ്ട്. നമ്മുടെ കായലിൻ്റെ അവസ്ഥകളൊക്കെ ഒന്ന് കാണാം. ഒരല്പനേരം വിശ്രമിക്കാമെന്നവർക്ക് വന്നതാണ്. നല്ല ഒഴുക്കുണ്ട്. പായലുകളൊക്കെ ഇങ്ങനെ നല്ല ശക്തമായ രീതിയിൽ ഒഴുകി പോകുന്നുണ്ട്. ഈ പായലുകളൊക്കെ ഒഴുകി നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ ഇപ്പുറത്തേക്കുള്ള ഫോർട്ട് കൊച്ചിയുടെ അടുത്ത് നിന്ന് അടിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മത്സ്യബന്ധനക്കാർക്കൊക്കെ പ്രശ്നമാവും. കാരണം വലയിടാൻ പറ്റാത്ത അവസ്ഥയിലേക്കാവും. അവിടെ ഒരു റോറോ അല്ല, എന്തൊരു ഒഴുക്കാൻ നോക്കിയ പായലിന്. നിറച്ചും പായലും ഒന്ന് കിടക്കുക. പായലിൻ്റെ സൗന്ദര്യങ്ങളൊക്കെ ഇതുപോലെ സൗന്ദര്യത്തിൽ പെടുത്താം. പക്ഷേ ഈ പായൽ, ആഫ്രിക്കൻ പായൽ, കുളപ്പായലൊക്കെ കൊണ്ടൊക്കെ എന്തെങ്കിലും അസംസ്കൃത വസ്തുക്കൾ അലിത്തീറ്റയോ അല്ലെങ്കിൽ വളമോ അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചാൽ സമുദ്ര ഉൽപ്പന്നങ്ങളിൽ പെടുത്താം. ഇതൊക്കെ ഗവേഷണ വിദ്യാർത്ഥികൾ അതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങളൊക്കെ നടത്തട്ടെ അല്ലേ. എന്ത് ചെയ്യാം, ഇതൊക്കെ നശിപ്പിക്കാൻ പറ്റില്ലായിരിക്കും. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ഇതും ആവശ്യമായിരിക്കും. അപ്പോൾ അവിടെ വർക്ക് നടക്കുന്നുണ്ട്. കൊച്ചിൻ കോർപ്പറേഷൻ്റെ പുതിയ ബിൽഡിങ്, എറണാകുളത്തിൻ്റെ വിപുലമായ മാറ്റങ്ങളിൽ ഒന്നായിരിക്കും ഇതും. പുതിയൊരു ഓഫീസ് കെട്ടിടം. നമ്മളെ ഹൈക്കോർട്ട് കളമശ്ശേരിയിലേക്ക് മാറുന്നതോടൊപ്പം എറണാകുളത്തിൻ്റെ വലിയൊരു ട്രാഫിക് ബ്ലോക്കും പാർക്കിംഗ് ഇല്ലാത്ത സൗകര്യമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധി കുറയുമെന്ന് പ്രതീക്ഷിക്കാം. പണ്ടങ്ങനെയാണ്. കാക്കനാട് കുറുക്കം കയറുന്ന മലയിൽ കളക്ടറേറ്റ് വന്നപ്പോൾ ആ നാട് ശരിക്കും വികസിച്ചു, ജനനിബിഡമായി. ഇന്നിപ്പോൾ ഏറ്റവും നല്ലൊരു ടൗണായിട്ട് കാക്കനാട് വളർന്നു. അതുപോലെ വലിയ വലിയ സ്ഥാപനങ്ങൾ പയ്യെ പയ്യെ കുറച്ചും കൂടി ഏരിയ ഉള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റുമ്പോൾ വലിയ ഗുണമുണ്ടാവും. അതിതാണ് കോർപ്പറേഷൻ്റെ പുതിയ കെട്ടിടം. അവിടെ വർക്ക് നടക്കുന്നുണ്ട്. വിശാലമായ കെട്ടിടമാണ്. അണ്ടർഗ്രൗണ്ടിൻ്റെ കോൺക്രീറ്റ് നടക്കണമായിരിക്കും. ആ കോൺക്രീറ്റ് വണ്ടിയിൽ വന്നിട്ട് കുഴലിലൂടെ ഇതിനകത്തേക്ക് കയറ്റി വിടുന്നുണ്ടാവും. അപ്പോൾ കൊള്ളാം. കൊച്ചിൻ മുനിസിപ്പൽ കോർപ്പറേഷൻ ഗ്രൗണ്ടാണ്. വലിയ വേസ്റ്റ് ടാങ്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അടിപൊളിയായിട്ട് പണിയുണ്ട്. അപ്പോൾ ഓക്കെ.
ബൈ ബൈ. വീണ്ടും കാണാം. അടുത്ത വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കാം.